നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. ഇന്ന് നമ്മുടെ ചാർട്ടിൽ നിങ്ങൾ കുറച്ച് വ്യത്യസ്തമായ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ കാണുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ വിശദമാക്കി തരാം. അതിന് മുന്നേ തന്നെ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ലൈവ് ട്രേഡ് ഒരെണ്ണം നമ്മൾ എടുക്കുന്നുണ്ടാകും. അത് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമ്മൾ അവിടെ വെച്ച് ട്രേഡ് അവസാനിപ്പിക്കുന്നുണ്ടാകും. അപ്പോൾ അതിനോടൊപ്പം തന്നെ ലോകത്ത് ട്രേഡിംഗ് ചാമ്പ്യൻഷിപ്പുകൾ നടക്കാറുണ്ട്. അങ്ങനെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പുകളിൽ വിജയിക്കുന്ന ആൾക്കാർ ഓരോ ടൂൾസും അവരുടെ ഓരോ സ്ട്രാറ്റജിയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞ 6 വർഷമായിട്ട് കഴിഞ്ഞ 6 വർഷമായിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ 6 വർഷം ട്രേഡിംഗ് ചാമ്പ്യൻഷിപ്പ് തുടർച്ചയായി അല്ലെങ്കിൽ ഇടവിട്ടാണെങ്കിലും 6 വർഷം ചാമ്പ്യനായ ഒരു വ്യക്തി, അദ്ദേഹം 2 ടൂളുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അതിലൊരു ടൂളാണ് നമ്മൾ ഈ കാണുന്ന ഈ സ്ക്രീനിൽ ഞാൻ വരച്ചു വെച്ചിട്ടുള്ളത്. മാർക്കറ്റ് പ്രൊഫൈൽ, വോളിയം പ്രൊഫൈൽ എന്നൊക്കെ പറയുന്ന 2 ടൂളുകളെ അദ്ദേഹം യൂസ് ചെയ്യുന്നുള്ളൂ. ഇതൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, കേട്ടിട്ടുണ്ടാവില്ല, പഠിച്ചിട്ടുണ്ടാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം ട്രേഡ് ചെയ്തെങ്കിലും ഞാൻ ഈ പറയുന്ന ടൂളുകളെ പറ്റി കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിനെപ്പറ്റി പഠിക്കാൻ യാതൊരുവിധ ശ്രമവും നടത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ, എന്നാൽ പിന്നെ അദ്ദേഹം തുടർച്ചയായി ട്രേഡിംഗ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത മനുഷ്യനാണ്. ഒപ്പം തന്നെ നമ്മളെ ഒരു ആവറേജ് ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളല്ല, ആൾ കുറച്ച് ഓൾഡാണ്. അപ്പോൾ അത്രയും ഓൾഡായിട്ടുള്ളൊരു മനുഷ്യൻ അത്രയും കാലങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 2015 അതിന് ശേഷമാണ് ട്രേഡിങ്ങിലേക്ക് സീരിയസ് ആയിട്ട് അദ്ദേഹം വന്നിട്ടുള്ളത്. പക്ഷേ എന്നിട്ട് പോലും ഈ കുറഞ്ഞ കാലയളവിൽ അദ്ദേഹത്തിന് തുടർച്ചയായി 6 തവണ ട്രേഡിംഗ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയുമ്പോൾ, ആ മനുഷ്യൻ 2 ടൂളുകളെ യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചില്ലെങ്കിൽ മോശമാണല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും നിങ്ങളും ട്രേഡിങ്ങിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും അതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് മനസ്സിലായ രീതിയിൽ ഈ കുറച്ച് സമയം കൊണ്ട് എന്താണോ മനസ്സിലായത് അത് നിങ്ങളോടൊന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ട്രേഡ് ഒരുപക്ഷെ എടുത്തതിന് ശേഷം ഇനി നമുക്ക് വീണ്ടും കാണാം. നമ്മളിവിടെ കാണുന്ന മാർക്കറ്റ് പ്രൊഫൈലിനെയും കൂടെ വെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ട്രേഡ് ടാർഗറ്റുകളൊന്ന് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുവാണ്. ഇവിടെ മാർക്കറ്റ് പ്രൊഫൈൽ നിങ്ങൾക്കിവിടെ കാണാം. ഞാനിതിനെ ഒന്നും കൂടെ ക്ലിയർ ആകുന്ന രീതിയിൽ ഡ്രോ ചെയ്യാം. ഇത് ഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കാണുന്നതാണ് മാർക്കറ്റ് പ്രൊഫൈൽ, ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന ടൂള്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ താഴത്ത് പ്ലേസ് ചെയ്യുന്നു. അവിടുന്ന് കഴിഞ്ഞ ദിവസത്തെ ലാസ്റ്റ് ക്യാൻഡിൽ, ഒപ്പം അതിൻ്റെ റേഞ്ച് കഴിഞ്ഞ ദിവസത്തെ ഹൈക്ക് മുകളിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് കാണാം, ഈ നീല കളറിൽ കാണുന്നത് ബയ്യേഴ്സിൻ്റെ വോളിയം ക്വാണ്ടിറ്റിയും മഞ്ഞ ലൈനിൽ കാണുന്നത് സെല്ലേഴ്സിൻ്റെ വോളിയം ക്വാണ്ടിറ്റിയുമാണ്. അപ്പോൾ മുകളിലേക്ക് വരുംതോറും സെല്ലേഴ്സിൻ്റെ വോളിയം ക്വാണ്ടിറ്റി കൂടുതലും, താഴത്തേക്ക് വരുംതോറും ബയ്യേഴ്സിൻ്റെ വോളിയം ക്വാണ്ടിറ്റി കൂടുതലുമായിട്ടാണ് നമ്മൾ കണ്ടത്. സോ ദാറ്റ് നമുക്കറിയാമായിരുന്നു മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ പോയി ഹിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സെല്ലേഴ്സിൻ്റെ വോളിയം ക്വാണ്ടിറ്റിയാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഹ്യൂജ് റിജക്ഷൻ ഉണ്ടാവും. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു, മാർക്കറ്റ് ഓർഡർ ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ വന്ന് ടച്ച് ചെയ്ത് അത് മിന്നൽ പോലെയായിരുന്നു. നമുക്ക് ഓർഡർ ഇടാനുള്ള സമയമൊന്നും കിട്ടിയില്ല, താഴത്തേക്ക് ക്രാഷ് ചെയ്യുമായിരുന്നു ചെയ്തത്. സോ ദാറ്റ് നമുക്കത് കണ്ടിരിക്കാനേ പറ്റുള്ളൂ. പിന്നീട് നമ്മൾ 284.50 ലിമിറ്റ് ഓർഡർ ആക്കി അതിനെ അവിടെ പ്ലേസ് ചെയ്യുമായിരുന്നു. ഇന്നിനി അത് ആ ഏരിയയിലേക്ക് വരുമോ ഇല്ലയോ നമുക്ക് അറിയത്തുമില്ല. ഓക്കെ, ഇനി ഇന്നത്തെ മാർക്കറ്റിൽ ഇത് എന്താണ് ചെയ്യുന്നത് എന്നറിയണമെങ്കിൽ ഇന്നത്തെ വോളിയം പ്രൊഫൈൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത് എവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി അതിന് മറുപടിയില്ല. നമ്മളും ഇന്നത് ചെയ്ത് തുടങ്ങുവാണ്. സോ നിങ്ങൾക്കും കൂടെ അറിയാൻ വേണ്ടി നമുക്ക് എന്തായാലും ഇതിനെ ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കാണുന്ന അവസ്ഥയിൽ നമുക്കതിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം ഫസ്റ്റ് ക്യാൻഡിലേ ആയിട്ടുള്ളൂ. സോ ദാറ്റ് ഇത് ഇവിടുന്ന് നമുക്ക് ഈ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല, ആ ടൂൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്കറിയാം ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ബൈ നടക്കേണ്ടതാണ്. അത് നടക്കുമോ നടക്കില്ലയോ നമുക്കറിയത്തില്ല. ഇന്നലത്തെ പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഏരിയ ആയിരുന്നു ഇവിടെ. കൺട്രോൾ ബിൽഡ് ചെയ്തേക്കുന്ന ഏരിയയാണ് ഇവിടെ താഴത്ത് നിന്ന് ഈ ഒരു റെഡ് ലൈൻ ഇവിടെ കാണിച്ചേക്കുന്നത്. ഇവിടെയാണ് ഏരിയ ഓഫ് കൺട്രോൾ ബിൽഡ് ചെയ്തത്. ഇതൊരു കൺട്രോൾ ഏരിയ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഏരിയയാണ്. എനിവേ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്നത് വളരെ വലിയൊരു പ്രോഫിറ്റ് തന്നേനെ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർഡർ ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ,
മിന്നൽ പോലെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ, ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് അല്ല ട്രേഡിങ്ങിൻ്റെ കാര്യത്തിൽ. ആക്ച്വലി അവിടെ നമ്മൾ പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ ഓൾറെഡി ഈ ഓർഡർ ബ്ലോക്കിൽ വന്നത് റിവേഴ്സ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിട്ടാമായിരുന്നത് 1:6 സിമ്പിളി കിട്ടുമായിരുന്നു. അപ്പോൾ കുറച്ച് നമുക്ക് എന്താ പറയണേ, എളുപ്പമാർഗം ഇല്ലെങ്കിൽ ധൈര്യം കൂട്ടാൻ ടൂളുകൾ നമ്മളെ സഹായിക്കും. ഈ ഓർഡർ ഞാൻ ക്യാൻസൽ ചെയ്യുവാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു റിവേഴ്സൽ, അപ്പോൾ എത്ര പെർസെൻറ്റേജ് ഇന്ന് ചേഞ്ച് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും താഴത്തേക്ക് പോയതിനകത്ത് ഇനി റിവേഴ്സൽ ട്രേഡ് എടുക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ചേഞ്ച് ഒന്ന് അളന്ന് നോക്കാം. 4% ക്രാഷ് സിംഗിൾ ക്യാൻഡലിൽ അത് തന്നു എന്ന് മാത്രമല്ല, നമുക്കത് ഏകദേശം കൃത്യമായി മെഷർ ചെയ്യാൻ തലേ ദിവസം തന്നെ അടയാളപ്പെടുത്തി വെക്കാൻ കഴിഞ്ഞു. അതിൽ കൃത്യമായി ഇതൊരു വലിയ റേഞ്ചാണ്, 4%-ൻ്റെ റേഞ്ചാണ് നമ്മൾ ഇന്നലെ ഓർഡർ ബ്ലോക്ക് അടയാളപ്പെടുത്തിയത്. അത്രയും വലിയ റേഞ്ച് ഇതിന്ന് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഓടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി മറ്റുള്ള എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കിയാൽ ഇവിടെയും താഴത്ത് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, മഞ്ഞയുടെ അളവ് ഇവിടെ ഏറ്റവും താഴത്തെ ക്യാൻഡിലിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബയേഴ്സ് കൂടുതലായിരുന്നു. മഞ്ഞ ഇങ്ങോട്ട് വരുംതോറും കൂടിക്കൂടി വരുന്നുണ്ട്. എങ്കിലും ഈ ഏരിയയിൽ നല്ലപോലെ സെല്ലേഴ്സ് കൂടുതലുണ്ട്. മഞ്ഞ കളർ കാണുന്ന സെല്ലേഴ്സാണ് കേട്ടോ, ഒപ്പം തന്നെ നീല കളർ കാണുന്ന ബയേഴ്സുമാണ്. അപ്പോൾ താഴത്ത് ബയേഴ്സ് കൂടുതൽ, മുകളിൽ സെല്ലേഴ്സ് കൂടുതൽ. ഇവിടെ ഒരു പക്ഷേ ഇതിൽ നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ മുകളിലേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ പോലും ഈ ഒരു കാണിച്ചേക്കുന്ന മഞ്ഞ, അതായത് ഈ ഒരു റെഡ് ലൈൻ, ഇവിടെ നല്ലപോലെ സെല്ലേഴ്സ് ഇന്നലെ ഉണ്ടായിരുന്നതാണ്. അവിടത്തേക്ക് മാർക്കറ്റ് വന്നപ്പോൾ ഇന്നും അവിടെ സെല്ലിംഗ് ആണ് നടക്കുന്നത്. ഇനി ഇവിടുന്ന് എങ്ങോട്ടാണ് ഇത് പോകാൻ പോകുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതിലുപരി ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് ഓർഡർ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്നുണ്ടാകും. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വിപ്രോയുടെ ചാർട്ടാണ്. വിപ്രോയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ മഞ്ഞയും നീലയും നിങ്ങളിവിടെ കാണുന്നുണ്ട്, അതായത് ബയേഴ്സും സെല്ലേഴ്സും ക്വാണ്ടിറ്റി പക്ഷേ ബൈയിങ് സൈഡിലേക്ക് കൂടുതലാണ് എല്ലാ ക്യാൻഡിലും സംഭവിച്ചേക്കുന്നത്. ഒപ്പം തന്നെ ഇതിവിടെ ഓപ്പൺ ചെയ്തു. അതിന് താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ ബൈയിങ് സൈഡിലേക്കുള്ള ക്വാണ്ടിറ്റി ആയിരുന്നു കൂടുതൽ. ഇന്ന് നോക്കിക്കഴിഞ്ഞാലും ആ ബൈയിങ് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് എങ്കിൽ പോലും അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാം എന്ന് നമുക്ക് തോന്നുവാണ്. അടുത്ത സ്റ്റോക്കിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്നത് ബയേഴ്സ് സെല്ലേഴ്സ്. ഇവിടെ നോക്കുക, ഓർഡർ ബ്ലോക്കിൽ താഴത്ത് വന്ന് ഹിറ്റ് ചെയ്തു. ഇവിടെയൊക്കെ കൂടുതൽ ബയേഴ്സാണുള്ളത്, സെല്ലേഴ്സ് അല്ല. ഇവിടെ ഹിറ്റ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ പുഷ് ചെയ്തു മുകളിലേക്ക് പോകുമ്പോൾ ഈ മധ്യഭാഗത്ത് ഇന്നലെ നമ്മൾ കണ്ട കാഴ്ച, ഇവിടെ കുറച്ച് കൂടുതൽ സെല്ലേഴ്സ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും മുകളിലേക്ക് പോകുമ്പോഴും സെല്ലേഴ്സിൻ്റെ അളവ് കുറഞ്ഞു വരുന്നൊരു കാഴ്ചയാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഇനി ഈ ഒരു റേഞ്ച്, ഇവിടെ ഇപ്പോൾ കാണുന്ന ഈ ഒരു റേഞ്ചിനെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപക്ഷെ മാർക്കറ്റ് മുകളിലേക്ക് കയറിപ്പോകാം. കാരണം താഴത്തേക്ക് വരുന്തോറും ബയേഴ്സിൻ്റെ ആക്റ്റീവ് ബയേഴ്സ്, ഇവിടെ പാസീവും ആക്റ്റീവായിട്ടാണ് നടക്കുന്നത്. നമ്മൾ ഡോം എടുക്കുമ്പോൾ കാണുന്ന ആ ഡോമിൽ കാണുന്ന, ബുക്കിൽ കാണുന്ന എല്ലാം ബയേഴ്സ് എന്ന് പറയുന്ന പാസീവ് ബയേഴ്സാണ്. അവർ ലിമിറ്റ് ഓർഡറിൽ ബൈ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ ഡോമിൽ നമ്മൾ കാണുന്ന സെല്ലേഴ്സ് അവർ ലിമിറ്റ് ഓർഡറിൽ സെല്ല് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആക്റ്റീവ് ബയേഴ്സിനെയും ആക്റ്റീവ് സെല്ലേഴ്സിനെയും നമുക്ക് ബുക്കിൽ കാണാൻ പറ്റത്തില്ല, കാരണം അവർ മാർക്കറ്റ് ഓർഡർ ഇടുന്നവരാണ്. സോ ദാറ്റ് അവരുടെ പാർട്ടിസിപ്പേഷൻ എവിടെ വരുന്നു എന്നതനുസരിച്ചാണ് ആ സൈഡിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. NDPCയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ NDPCയിൽ ഇവിടെ സെല്ലേഴ്സ് കൂടുതലായിട്ട് നമ്മൾ കണ്ടിരുന്നു ഈ ഏരിയയിൽ. അതുപോലെ തന്നെ അവിടെ വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്തപ്പോൾ അവിടെ നിന്ന് നല്ലപോലെ സെല്ലിംഗ് പ്രഷർ ഇന്നും വന്നിട്ടുണ്ട്. ഇതിൻ്റെ പോയിൻ്റ് ഓഫ് കൺട്രോൾ ഈ റെഡ് ലൈനാണ് കാണിച്ചേക്കുന്നത്. ആ റെഡ് ലൈൻ വന്നേക്കുന്ന ഭാഗത്ത് ബയ്യേഴ്സിൻ്റെ എണ്ണം കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് താഴത്തേക്ക് മാർക്കറ്റ് വന്നാൽ നന്നായിട്ട് ഇവിടുന്ന് മുകളിലേക്ക് ബൈയിങ് നടക്കും. ഒപ്പം മുകളിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ ആക്റ്റീവ്ലി സെല്ലിങ് നടക്കുന്നുണ്ട്. അത് ഈ രണ്ട് ക്യാൻഡിലിൽ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഏരിയയാണ്. ഒരു ഇമ്പൾസീവ് മൂവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. സോ ദാറ്റ് ഇതൊരു ഓർഡർ ബ്ലോക്കും ആണ്. അതുകൊണ്ട് തന്നെ
ഈ ഓർഡർ ബ്ലോക്ക് ഇപ്പോൾ നമ്മളിവിടെയാണ് ഇത് കുറിച്ചേക്കുന്നത്, എന്നിരുന്നാൽ പോലും ഈ ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്താൽ അവിടുന്ന് മുകളിലേക്ക് കയറി പോകാവുന്നതാണ്. ഒപ്പം തന്നെ ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെ വോളിയം നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാൻഡിലൊക്കെ, അതായത് ഈ ഏരിയയിലൊക്കെ നമുക്ക് ബയേഴ്സിൻ്റെ വോളിയം കൂടുതലായിട്ട് തന്നെ കാണാം. ഈ ഏരിയയിൽ മാത്രമാണ് സെല്ലേഴ്സിൻ്റെ വോളിയം, ഇവിടുന്ന് മുകളിലേക്ക് മാത്രമാണ് സെല്ലേഴ്സിൻ്റെ വോളിയം കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കഥകളൊക്കെ പറയുന്നതിനിടയ്ക്ക് ഇന്ന് നമ്മൾ എവിടെ ട്രേഡ് എടുക്കും എന്നതും കൂടെ ഒരു പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും സമാധാനമായിട്ട് അതൊന്ന് നോക്കി എടുത്തതിന് ശേഷം നിങ്ങളെ അറിയിക്കാം. ഇതിന്ന് ശരിയാകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നിരുന്നാലും ഞാൻ അവിടെ ആ ഓർഡർ ബ്ലോക്കായിട്ട് അതിനെ കൺസിഡർ ചെയ്ത് ഒരു ഓർഡർ അവിടെ എടുത്തിട്ടുണ്ട്. 262 രൂപ 26 പൈസയിൽ നമ്മൾ ഓർഡർ എടുത്തു. ഇനി നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് 0.5% ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുക്കാൻ തൽക്കാലം. ഇന്നും ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചേക്കാം. എനിക്ക് ഷുവർട്ടി ഒന്നും ഇല്ലാത്ത ഒരു എൻട്രിയാണ് ഞാൻ എനിവേ എടുത്തേക്കുന്നത്. നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് 260 രൂപ 94 പൈസയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 260 സ്റ്റോപ്പ് ലോസ് 260 95 സ്റ്റോപ്പ് ലോസ് വെക്കുവാണ്. സെല്ല് സ്റ്റോപ്പ് ക്വാണ്ടിറ്റിയൊക്കെ ശ്രദ്ധിക്കുക. അവിടെ ഓട്ടോമാറ്റിക്കലി കാണിക്കുന്നത് ഭയങ്കര വ്യത്യാസത്തിലാണ് കാണിച്ചത്. അപ്പോൾ 80 ക്വാണ്ടിറ്റി അവിടെ നമ്മൾ സെൽ സൈഡ് ഇടുവാണ്. ഓക്കെ, ഇന്നിത് എന്തും സംഭവിക്കാം, എനിക്ക് യാതൊരുവിധ ഐഡിയയും ഇല്ല. അപ്പോൾ മാക്സിമം നമുക്ക് ഇവിടുന്ന് ടാർഗറ്റ് ചെയ്യാവുന്നത് എനിക്ക് തോന്നുന്നു. ഈ ഭാഗത്ത് വന്നാൽ നല്ല റെസിസ്റ്റൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് കാലത്തെ ക്യാൻഡിലും അത് അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 1:1 എബോയെ അവിടെ എത്തുന്നുള്ളൂ എന്നതാണ്. പിന്നെ ഇവിടുന്ന് നല്ല ഫോളാണ് കഴിഞ്ഞ ദിവസം കൊടുത്തേക്കുന്നത്. സോ ദാറ്റ് അതിനെ കട്ട് ചെയ്താൽ ആ ഏരിയ അതുപോലെ കയറിപ്പോകാനും ഒരു പക്ഷേ സാധ്യത ഉണ്ടാവാം എന്ന് നമ്മൾ കരുതുവാണ്. എനിവേ ഈ ട്രേഡ് ലോസ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുക. അത്രമാത്രമേ എനിക്കിതിനകത്ത് ഇപ്പോൾ പറയാനുള്ളൂ. എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമ്മൾ എൻട്രി എടുത്ത പോയിന്റിൽ നമ്മൾ 1:1, 1:2, 1:3 അതെല്ലാം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ലോസും ഇട്ടിട്ടുണ്ട്. ടാർഗറ്റ് ഓർഡർ ഇപ്പോൾ ഇട്ടിട്ടില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇനി വോളിയം ഒന്ന് അനലൈസ് ചെയ്താൽ എന്താ കാണാൻ പറ്റുന്നത്? കഴിഞ്ഞ പ്രീവിയസ് ക്യാൻഡിലിൽ നമുക്ക് വോളിയം മുന്നിലത്തെ ക്യാൻഡിലിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട്. പക്ഷേ പ്രൈസ് എങ്ങും മൂവ് ചെയ്തിട്ടില്ല. ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ഇത്തരം ക്യാൻഡിലുകൾ നമ്മൾ പൊതുവേ പറയാറുണ്ട്, ഈ ക്യാൻഡിലിനെ എങ്ങോട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു ആ സൈഡിലേക്ക് ഒരു ഫോൾ തരാനുള്ള സാധ്യതയുണ്ട് എന്ന്. അങ്ങനെ നോക്കുമ്പോൾ കൂടുതൽ സാധ്യത ഇപ്പോൾ ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്യാനാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു ദിവസം കൂടെ സ്റ്റോപ്പ് ലോസ് എടുക്കാനുള്ള സാധ്യത കൂടുതൽ മുന്നിൽ കാണുകയാണ് നമ്മൾ. മറ്റ് സ്റ്റോക്കുകളിലേക്ക് നമുക്ക് പോകാം. ഇത് അവിടെ ഓർഡർ ഇടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മളിപ്പോൾ വിചാരിക്കുകയാണ്. കാരണം നമ്മൾ 1:2 എടുത്താൽ മതി എന്ന് വിചാരിച്ചാൽ പോലും ഇന്ന് ഈ ട്രേഡ് നമുക്ക് വലിയ മൂവ് തന്നേനെ. ഇവിടെ ധൈര്യമായിട്ട് ഓർഡർ ഇടാൻ പറ്റുമായിരുന്നു. കാരണം ഓപ്പൺ ചെയ്തത് ഇവിടെയാണ്, ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ട്, കൃത്യമായി അതിൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഡേയുടെ ഒരു ലൈൻ ഓഫ് കൺട്രോൾ അവിടെ ഉണ്ട്. ദാറ്റ് മീൻസ് പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതവിടെ ഉണ്ടായിരുന്നു, അതിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ടച്ച് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് എടുത്താൽ അത് വളരെ മികച്ചൊരു എൻട്രി ആകുമായിരുന്നു. 1:4 നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ പോലും അവിടെ കിട്ടുമായിരുന്നു. നമ്മുടെ ആദ്യകാല വീഡിയോസ് കണ്ടിട്ടുള്ള ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ ഓർഡർ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്തിരുന്ന സമയത്ത് 1:4 പലവട്ടം എടുത്തിട്ടുണ്ട്. അത് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയാണ്. ആ സമയത്ത് അവിടെ എന്ത് നടക്കുന്നു എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുകയായിരുന്നു. ഇത് നമ്മൾ ഇവിടെ വന്ന് ടച്ച് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കാണുന്നത് വളരെ ഏതാണ്ട് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് പെട്ടെന്ന് മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ പോയി നമ്മൾ എൻട്രി എടുക്കാനുള്ള പേടി കൊണ്ട് അത് മാർക്കറ്റ് ഓർഡർ ഇട്ടില്ല എന്നുള്ളതാണ്. അവിടെ ഇട്ടിരുന്നെങ്കിൽ പോലും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന ആ ഏരിയയിൽ നിന്ന് പോലും മാർക്കറ്റ് താഴത്തേക്ക് 2.6 അതായത് 1:4 അവിടുന്ന് പോലും കിട്ടുമായിരുന്നു എന്നുള്ളതാണ്. 1:5 കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ മാർക്കറ്റ് പ്രൊഫൈലും വോളിയം പ്രൊഫൈൽ എന്നാണ് പുള്ളി പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് വെച്ചിട്ട് ഇതിപ്പോൾ വോളിയം പ്രൊഫൈൽ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഓർഡർ ഫ്ലോയും കൂടെ പുള്ളി യൂസ് ചെയ്യുന്നുണ്ടാകും. അത് രണ്ടും കൂടെ ആയിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ 2 ടൂളുകളായിരിക്കും ഈ വേൾഡ് ട്രേഡിംഗ് ചാമ്പ്യൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു പക്ഷേ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നമ്മുടെ സ്റ്റോക്ക് സ്റ്റോപ്പ് ലോസിനടുത്തേക്ക് വരുന്നു. ഹിസ്റ്റോറിക്കലി ഒന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ദിവസത്തെ വോളിയം പ്രൊഫൈൽ ഒന്ന്
ഡ്രോ ചെയ്താൽ നമുക്കതറിയാൻ പറ്റും. ഞാനതൊന്ന് ഡ്രോ ചെയ്തിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാം. മാർക്കറ്റ് ലോസിൽ തന്നെ നമുക്ക് അവിടെ ഒന്നും ഒരു സപ്പോർട്ട് ഏരിയ കാണാൻ കഴിയുന്നില്ലായിരുന്നു. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഡൗൺ സൈഡ് മൂവ് ചെയ്യുമെന്ന സിഗ്നൽസ് ആണ്. അതിപ്പോൾ ഹിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് കൊണ്ടിട്ടാണ്. സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ എന്തായാലും ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മളവിടെ നോക്കിയിട്ട് കാണാൻ കഴിഞ്ഞത്. 61.31 60.94 നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉള്ളത്. ഇൻഡെക്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇൻഡെക്സ് എങ്ങോട്ടും മൂവ് ചെയ്തിട്ടില്ല, ഇന്നലത്തെ അതേ അവസ്ഥയിലാണ് അത് കാണിക്കുന്നത്. സോ ദാറ്റ് നമ്മുടെ സ്റ്റോക്ക് ഡൗൺ സൈഡ് മൂവ് ചെയ്യുന്നു. മികച്ച വോളിയം ഈ ക്യാൻഡിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്യാൻഡിലിനെ അപേക്ഷിച്ച് കൂടുതൽ വോളിയം വന്നിട്ടുണ്ട്. വലിയൊരു മൂവ് അപ്പ് സൈഡിലേക്ക് വരുന്നു. ദാറ്റ് മീൻസ് ഇവിടെ ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് മേ ബി കൺസിഡർ ചെയ്യപ്പെടുന്നുണ്ടാവാം. വോളിയം 16K വോളിയം വന്നിട്ടുണ്ട്. നല്ലൊരു മൂവാണ് മുകളിലേക്ക് കാണിച്ചത്. മേ ബി അതൊരു പക്ഷേ ഫേക്ക് മൂവ് ആകാം, നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് ആ വോളിയം പ്രൊഫൈലിൻ്റെ ആ സപ്പോർട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതൊന്ന് കാണാം. ഇവിടെയാണ് ഈ ദിവസത്തിലേക്ക് നമ്മൾ വന്നപ്പോഴാണ് നമ്മൾ ആ വോളിയം പ്രൊഫൈൽ വരച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഏരിയയിൽ ഏതാണ്ട് ബയേഴ്സ് കൂടുതലുണ്ട്. ഇവിടെ അത് ഈ ക്യാൻഡിൽ കാണിക്കുന്ന പോലെ തന്നെ ഇവിടെ ബയേഴ്സ് കൂടുതലുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ വലിയ ഗ്രീൻ ക്യാൻഡിൽ നമ്മളിവിടെ കാണുന്നുണ്ട് എങ്കിൽ പോലും ഈ ക്യാൻഡിലുകളിലൊക്കെ, അതായത് ഈ ലെവലുകളിലൊക്കെ സെല്ലേഴ്സാണ് കൂടുതലുള്ളത്. അതായത് ഈ ഒരു മഞ്ഞ ഈ ഒരു റേഞ്ച് കാണിക്കുന്നിടം തൊട്ട് താഴത്തേക്ക് ബയേഴ്സും ഇവിടം തൊട്ട് മുകളിലേക്ക് സെല്ലേഴ്സുമാണ് കൂടുതലുള്ളത്. സോ ദാറ്റ് ഈ ഒരു ലൈൻ ഓഫ് കൺട്രോൾ നമ്മൾ, അല്ലെ പോയിൻ്റ് ഓഫ് കൺട്രോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇതിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ തൊട്ട് സെല്ലേഴ്സ് ആക്റ്റീവ് ആകാനുള്ളൊരു സാധ്യത അവിടെ നമുക്ക് തോന്നുന്നുണ്ട്. ഇതിനെ നമ്മൾ മാറ്റി വയ്ക്കുവാണ്. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ നിഫ്റ്റി 50 ഇൻഡെക്സിൽ ട്രേഡിംഗ് വ്യൂ ചാർട്ട് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച് യൂസ് ചെയ്യുന്ന ആളല്ല, ഫ്രീ ട്രയലാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വോളിയം പ്രൊഫൈൽ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ ട്രേഡിംഗ് വ്യൂ നമ്മളോട് പറയുന്നത് ദിസ് ഈസ് ആൻ എക്സ്ട്രീംലി വാല്യുബിൾ ടൂൾ ദാറ്റ് ഹൈലൈറ്റ്സ് ദ മോസ്റ്റ് ട്രേഡഡ് പ്രൈസ് ഓവർ എ ടൈം ഫ്രെയിം. സോ ദാറ്റ് ഇത് ഫ്രീ തരത്തില്ല എന്നാണ് അവർ പറയുന്നത്. ബേസിക്കലി അത് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനകത്ത് അത് കിട്ടാൻ മാർഗ്ഗമില്ല. പിന്നെ നമ്മുടെ ബ്രോക്കറിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്കുകളിൽ അത് കിട്ടുമെങ്കിലും നിഫ്റ്റി 50യിൽ അത് കിട്ടാനുള്ള സാധ്യതയില്ല. ഞാനൊന്ന് എടുത്ത് നോക്കാം. നിഫ്റ്റി 50യിൽ അത് കിട്ടാനുള്ള സാധ്യതയില്ല. നമ്മുടെ സ്റ്റോക്ക് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അത് റൺ ചെയ്യട്ടെ. നമുക്ക് നിഫ്റ്റി 50യുടെ വോളിയം പ്രൊഫൈൽ ഇവിടെ ഒന്ന് എടുത്ത് നോക്കണം. പ്രീവിയസ് ഡേയുടെ വോളിയം പ്രൊഫൈൽ കിട്ടിയാൽ അത് നല്ലതായിരുന്നു. ഇവിടെ നിന്ന് ഇതിനകത്ത് കിട്ടുമെന്ന് തോന്നുന്നു, പക്ഷേ ഇതിനകത്ത് വോളിയം കാണിക്കാനുള്ള സാധ്യതയില്ല. ഇല്ല. സോ ദാറ്റ് ഇവിടെ അത് കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ട്രേഡിംഗ് വ്യൂക്കാർ കാണിക്കുന്നത് നിഫ്റ്റി 50യുടെ ഇൻഡെക്സിൻ്റെ വെച്ചിട്ടല്ല, അതിൻ്റെ ഫ്യൂച്ചേഴ്സിൻ്റെ വോളിയം വെച്ചിട്ടാണ് അവരത് കാണിക്കുന്നത്. എന്തായാലും നിഫ്റ്റി 50 മുകളിലേക്ക് പോകുന്നുണ്ട്. നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് ഇവിടെയാണ്. അതിലേക്ക് അത് പോയി ടച്ച് ചെയ്യുമെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് എന്ത് ചെയ്യും? ആ പാറ്റേൺ അതും പിന്തുടർന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. എനിവേ, ഇനി ഇതിൻ്റെ റെസിസ്റ്റൻസ് പ്രീവിയസ് ഡേ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഉള്ളത് ഏകദേശം ഈ ഒരു ലൈനിലാണ് അത് കാണാൻ കഴിയുന്നത്. ഹ്യൂജ് സെല്ലേഴ്സ് കൂടുതലും ബയേഴ്സ് കുറവായിട്ടുള്ളത് ഇവിടെയാണ്. അതിന് മുന്നേ തന്നെ സെല്ലേഴ്സ് ഡൊമിനേറ്റ് ചെയ്യുന്ന ഏരിയ ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഏതാണ്ട് അവിടം വരെ ഇന്ന് മാർക്കറ്റ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി വരുമ്പോൾ ഇവിടെയൊക്കെ സ്റ്റോപ്പ് ലോസ് കിട്ടി അതിൻ്റെ സപ്പോർട്ടോടുകൂടെ മേളിലേക്ക് പോയെങ്കിലാണ് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. എനിവേ, നമുക്ക് ഈ ഒരു വോളിയം പ്രൊഫൈൽ എന്താണ് എന്നതിന് പഠിക്കാൻ വേണ്ടി മറ്റ് സ്റ്റോക്കുകളും കൂടെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ വിപ്രോയുടെ സ്റ്റോക്കിൽ നമ്മൾ വലിയൊരു മൂവാണ് മുകളിലത്തെ സൈഡിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണം വോളിയം പ്രൊഫൈൽ നമ്മൾ മനസ്സിലാക്കിയത് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കുവാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം നമ്മളിത് പഠിപ്പിക്കുന്ന കാര്യത്തിൽ അത്രയ്ക്ക് എക്സ്പെർട്ടൊന്നുമല്ല, എന്നാലും നമ്മളൊന്ന് ശ്രമിക്കുവാണ്. ഇതിനകത്തൊരു വാല്യൂ ഏരിയ, അതായത് നമ്മൾ കണ്ടു ഏറ്റവും കൂടുതൽ ട്രേഡ് കഴിഞ്ഞ ദിവസം വിപ്രോയിൽ നടന്നിട്ടുള്ള ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഈ ഒരു ഏരിയയെ വിളിക്കുന്ന വാല്യൂ ഏരിയ എന്ന് പറയും.
അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ വാല്യൂ ഏരിയ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചാൽ ഞാനൊന്ന് ക്ലിയർ ചെയ്ത് തരാം നിങ്ങൾക്ക്. ഓക്കെ, ഇത് നമ്മളൊരു വാല്യൂ ഏരിയ എന്ന് പറയും. അപ്പോൾ അവിടെ അങ്ങനെ പറയാനുള്ള കാര്യം ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്നിട്ടുള്ളത് ആ ഏരിയയ്ക്കുള്ളിലായത് കൊണ്ടിട്ടാണ്. ഓക്കെ, ഇനി ഇത്രയും ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കാര്യം കൂടെ കാണാൻ കഴിയുന്നുണ്ടാകും. ഞാനിത് ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ. അതായത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, ഇവിടെ ഏറ്റവും കൂടുതൽ നേരം പ്രൈസ് നിൽക്കുകയും കൂടുതൽ വോളിയം ബൈയും സെല്ലും നടക്കുകയും ചെയ്ത ഒരു സ്ഥലമാണ്. അതായത് ഇവിടെ ആക്റ്റീവ്ലി പാർട്ടിസിപ്പൻസ് ഉള്ള സ്ഥലമാണ്. എന്നാൽ ഇതിൻ്റെ മുകളിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടു ബയേഴ്സിൻ്റെ അളവും സെല്ലേഴ്സിൻ്റെ അളവും വളരെ കുറവാണ്. താഴത്തേക്ക് വരുമ്പോഴും ബയേഴ്സും സെല്ലേഴ്സും വളരെ കുറവാണ്. അതായത് ഡിസിഷൻ പോയിൻറ്റ്സ് ഇല്ലെങ്കിൽ ഈ ഒരു ലോയിലേക്ക് മാർക്കറ്റ് എത്തുമ്പോൾ താഴത്തേക്ക് വന്നാൽ പിന്നീട് അതിനെ മുകളിലേക്ക് പുഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഓപ്പൺ ചെയ്യുന്ന ഈ നടുക്ക് ഏരിയയിലാണെങ്കിൽ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴത്തേക്ക് പുഷ് ചെയ്യാനും, നടുക്കുന്ന ഓപ്പൺ ചെയ്ത ഒരു ക്യാൻഡിൽ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിലേക്ക് പുഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എവിടെ നിന്നാണോ അപ്രോച്ച് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പുഷ് ചെയ്യാനായിട്ടുള്ള സാധ്യതയാണ് അവിടെ ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ, അതായത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഏത് ഏരിയയിലേക്ക് ചെല്ലുന്നു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പുഷ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഫിസിക്സിൻ്റെ ആ ഒരു തിയറി നമ്മൾ പറയുമല്ലോ, എവറി ആക്ഷൻ ഹാസ് ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ എന്ന് പറയുന്ന പോലെ എവിടെ നിന്നാണ് അപ്രോച്ച് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പുഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ആ വാല്യൂ ഏരിയ എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും കുറവ് വോളിയമുള്ള ഏരിയ നമുക്ക് ഇവിടെയാണ് കാണാൻ പറ്റുന്നത്. അതായത് കഴിഞ്ഞ ക്യാൻഡലിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ആ ക്യാൻഡലിൽ തീരെ വോളിയം കുറവാണ്. അതിനും മുകളിൽ നിന്ന് ഓപ്പൺ ചെയ്തപ്പോൾ താഴത്തേക്കൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിവിടെ കാണാം, താഴത്തേക്കൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പുഷ് ചെയ്ത് മാറ്റുമായിരുന്നു. അതായത് ഈ ഏരിയയ്ക്ക് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ട് തന്നെ പുഷ് ചെയ്ത് അകലത്തിലേക്ക് മാറ്റുന്നു. ഓക്കെ, ഇനി ഇവിടെ എവിടെയെങ്കിലും ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ താഴത്തേക്ക് പുഷ് ചെയ്തേനെ. അപ്പോൾ ആ ഒരു തിയറി ഇവിടെ നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഈ ഒരു പ്രൈസ് ലൈനിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് ഏരിയയിൽ ഹിസ്റ്റോറിക്കലി കണ്ടെത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, അതിനുശേഷം നമുക്ക് വരാം. നമുക്കിപ്പോൾ ഇവിടെ കാണാം വിപ്രോയുടെ ചാർട്ടിൽ 2022 ജനുവരി 19-ാം തീയതിയും 18-ാം തീയതിയും ആണ് ഈ ഏരിയയിൽ പ്രൈസ് ഉണ്ടായിരുന്നത് ഹിസ്റ്റോറിക്കലി. അതിനിടയ്ക്ക് പ്രൈസ് അങ്ങോട്ട് വന്നിട്ടില്ല, പിന്നെ ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. സോ ദാറ്റ് നമുക്ക് ഈ ഏരിയയിലുള്ള വോളിയം പ്രൊഫൈൽ എടുത്തൊരു അനലൈസ് നടത്തി നോക്കാം. ഇന്നത്തെ സിറ്റുവേഷനിൽ ഈ 2 വർഷം 3 വർഷം മുമ്പുള്ള ഡാറ്റയ്ക്ക് എന്തെങ്കിലും വാലിഡിറ്റി ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളങ്ങനെ ആ ഡേറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനി വോളിയം പ്രൊഫൈൽ ഒന്ന് ഡ്രോ ചെയ്ത് നോക്കാം. അവിടെ അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചത്. നമ്മൾ 19-ാം തീയതിയിലെ വോളിയം പ്രൊഫൈലാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ക്യാൻഡലിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബയേഴ്സ് ആയിരുന്നോ സെല്ലേഴ്സ് ആയിരുന്നോ കൂടുതൽ. അപ്പോൾ താഴത്താണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു ഏരിയയിൽ ബയേഴ്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. മുകളിലേക്ക് നോക്കിയാലും ഏകദേശം തുല്യമായ രീതിയിൽ ബയേഴ്സും സെല്ലേഴ്സും ആണ് ഉണ്ടായിരുന്നത്. എനിവേ അന്ന് താഴെ പോകാതെ ബയേഴ്സ് നല്ല രീതിയിൽ ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. ഇനി അടുത്ത ദിവസത്തേക്കും കൂടെ നമുക്കൊന്ന് എടുക്കേണ്ടതുണ്ട്. പ്രൈസ് ഇപ്പോൾ ഉള്ളത് ആ റേഞ്ചിലായതുകൊണ്ടിട്ടാണ്. ഇവിടെ ഒറ്റ നോട്ടത്തിൽ അറിയാം സെല്ലേഴ്സാണ് അന്ന് അവിടെ കാര്യമായി കാര്യങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്ക് എവിടെ വരെ ഇത് പോകും എന്നത് കണ്ടുപിടിക്കാൻ ഒരുപക്ഷെ ഈ രീതി ഹെൽപ്പ് ചെയ്തേക്കാം, നമുക്ക് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ സെല്ലേഴ്സ് ഡൊമിനേറ്റ് ചെയ്ത ഏരിയ ആണ്. ഇവിടെ ഒന്നും ബയേഴ്സ് ഇല്ല, നമുക്ക് കാണാനില്ല ബയേഴ്സിനെ. ആക്റ്റീവ്ലി സെല്ല് നടന്നിട്ടുള്ള ഏരിയ ആണ്. അത് കാണുന്ന പോലെ തന്നെയാണ് ഇവിടെയും നല്ല രീതിയിൽ പ്രൈസ് ഡൗൺഫോൾ ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് വന്നപ്പോൾ ഇവിടെയും ഇവിടെ കുറച്ച് ബയേഴ്സ് കൂടുതലുണ്ട്. എന്നിരുന്നാലും മുകളിലേക്ക് പോകും തോറും സെല്ലേഴ്സാണ് ഇവിടെ കൂടുതൽ ആക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തൊട്ട് മുന്നത്തെ ദിവസം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 17-ാം തീയതിത്തെ ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച ഇവിടെ താഴത്ത് നല്ല ബയേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കാണാം, ഇവിടെ സെല്ലേഴ്സ് ഇല്ല, ബയേഴ്സ് മാത്രമേ ഉള്ളൂ. അത് വലിയ വോളിയത്തിലല്ല അവിടെ നടന്നിട്ടുള്ളത്, ചെറിയ വോളിയമാണ്. പക്ഷേ പ്രൈസ് അവിടെ സെല്ലേഴ്സ് ഇല്ലാത്ത കൊണ്ട് തന്നെ നല്ല രീതിയിൽ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഒപ്പം തന്നെ സെല്ലേഴ്സിൻ്റെ നല്ല പ്രസൻസ് വന്നേക്കുന്ന ഈ ഒരു ഏരിയയിലാണ്. അവിടുന്ന് പ്രൈസ് റിജക്റ്റും ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സെല്ലേഴ്സ് വന്നു എന്ന് പറയുമ്പോൾ തന്നെ
കൂടുതൽ വോളിയം വന്നേക്കുന്ന ബൈയിങ് സൈഡിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു ഹൈ വരെയൊക്കെയാണ് ഇന്ന് ഈ മാർക്കറ്റ് മാക്സിമം എത്താനുള്ള സാധ്യത. ഇതിനെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത ഒരുപക്ഷെ കുറച്ച് കുറവായിരിക്കും. ഓക്കെ, അപ്പം 2 ലൈൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് കൺട്രോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ഡേറ്റിലേക്ക് വരാം. നമ്മൾ ആ വോളിയം പ്രൊഫൈലിൻ്റെ 2 പോയിൻ്റ് ഓഫ് കൺട്രോൾ കണ്ട ഏരിയ ആണ്. പ്ലസ് ആ ദിവസത്തെ ഹൈ ഇതായിരുന്നു, നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗത്ത് വന്നിട്ട് ഇനി മാർക്കറ്റ് എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ സംഭവിച്ചേക്കുന്ന ഇത്രയും ഭാഗത്തിൻ്റെ വോളിയം പ്രൊഫൈൽ നമുക്കിനി കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കതൊന്ന് ഡ്രോ ചെയ്ത് നോക്കാം. ഓക്കെ, അത്രയും കിട്ടും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റും, ഇവിടെ ഒന്നും സെല്ലേഴ്സ് ഇല്ല, ബയേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അങ്ങനെ തന്നെ കയറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഇത് നമുക്ക് കാണണമെങ്കിൽ ഇത് ഓൾറെഡി നടന്ന ഡാറ്റയാണ്, പക്ഷേ ഇത് ഡ്രോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിസിബിളായിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഓർഡർ ഫ്ലോ ചാർട്ട് എടുക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൻ്റെ ഓരോ പ്രൈസും നടന്ന ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് അവിടെ പ്രിൻറ്റഡ് ആയിട്ട് വരുന്നുണ്ടാകും. അത് കംപ്ലീറ്റ് നമുക്ക് ടിക്ക് ബൈ ടിക്ക് ആയിട്ട് കാണാൻ പറ്റും. സോ ദാറ്റ് ഇവിടെയൊക്കെ നടന്ന വോളിയം അത് ബയേഴ്സ് മാത്രമേ ഉള്ളൂ, സെല്ലേഴ്സ് കാര്യമായിട്ടില്ല എന്നുള്ളതും മാർക്കറ്റിൻ്റെ ഡെൽറ്റ, ഓരോ ക്യാൻഡലിൻ്റെയും ഡെൽറ്റയൊക്കെ നമുക്ക് അവിടെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കത് വെച്ചിട്ട് ഓർഡർ എടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ അതും കൂടെ യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വേണ്ട എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയാണ്. ഇതും കൂടെ കുറച്ചും കൂടെ ഒരു 200 ദിവസം കഴിഞ്ഞിട്ട് ഒരുപക്ഷെ നമ്മൾ ഓർഡർ ഫ്ലോ ചാർട്ട് ബൈ ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടായേക്കാം. ഇനി ഇവിടത്തേക്ക് എത്തിയപ്പോഴാണ് നമ്മൾ കണ്ടോ, ഇവിടെ സെല്ലേഴ്സ് ഇല്ല, ഇവിടെ ബയേഴ്സ് ഇല്ല, ഇവിടെ സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ. മഞ്ഞ കളർ മാത്രമേ നമുക്ക് ഈ ഒരു ടിപ്പിൽ കാണാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഇംബാലൻസ് വന്നു. ഇനി മാർക്കറ്റ് താഴത്തേക്ക് ക്രാഷ് ചെയ്തേക്കാം, അറിയത്തില്ല. അപ്പോൾ ഇങ്ങോട്ട് താഴത്തേക്ക് വരുംതോറും ഇത്രയും ഭാഗത്ത് സെല്ലേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ റെസിസ്റ്റൻസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഇത് മാർക്കറ്റ് ഓടി അവസാനിച്ചതിന് ശേഷമാണ് നമുക്കറിയാൻ പറ്റുന്നതെങ്കിൽ ഓർഡർ ഫ്ലോ ചാർട്ടിൽ ഇത് ലൈവായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ സ്റ്റോക്ക് ഇപ്പോൾ ഉള്ളത് പ്രോഫിറ്റിലാണ് കേട്ടോ. നമ്മൾ 1:1 അടുത്തേക്ക് വരികയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ സെല്ലേഴ്സിൻ്റെ പ്രസൻസ് ഇന്നലെ നല്ല പോലെ ഉണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ സെല്ലേഴ്സ് ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ ഈ ഏരിയയിലേക്ക് മാർക്കറ്റിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ അപ്പോൾ ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ നല്ല വോളിയം വരുമോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇവിടെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ നമുക്കുള്ള സാധ്യത ഇതാണ്. എപ്പോഴാണോ ഈ പ്രൈസിന് മുകളിലേക്ക് മാർക്കറ്റ് പോയിട്ട് തിരിച്ചു വരുന്നത്, ഇത് സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യും. അതായത് പിന്നീട് താഴത്തേക്ക് വരുന്നതോറും മുകളിലേക്ക് ഇതിനെ പുഷ് ചെയ്ത് കയറ്റുന്നുണ്ടാവും. ഇതിനോട് അടുക്കും തോറും നമ്മൾ കാണുവാണ് ഇവിടെ ഡൗൺ സൈഡ് പുഷ് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യണം. താഴത്തെ ഓർഡർ ബ്ലോക്കിൻ്റെ പവറിലാണ് ഇപ്പോൾ ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഓർഡർ ബ്ലോക്കായി കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും നമുക്കിനി വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ കാണുന്ന പവർ ഗ്രിഡിൻ്റെ ചാർട്ടാണ്. ഇവിടെ താഴത്ത് കാണാം, നമുക്ക് താഴത്ത് സെല്ലേഴ്സിൻ്റെ അളവ് വളരെ കുറവാണ്, ബയേഴ്സ് മാത്രം എന്ന് പറയാവുന്ന അവസ്ഥയിലേക്കാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ബയേഴ്സ് ഇല്ല, ഇവിടെ സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പ്രൈസിൽ ഇന്നലെ ബൈയിങ് നടന്നിട്ടില്ല. സോ ദാറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡലിലാണ്, ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് ബയേഴ്സ് കുറച്ചെങ്കിലും ഉണ്ടായിരുന്നത്. ഇന്ന് അവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെല്ലേഴ്സ് അവിടെ തൊട്ടിങ്ങോട്ട് കൂടി വരുന്നൊരു അളവ്, അതായത് മുകളിൽ സെല്ലേഴ്സ് മാത്രമേ ഉള്ളൂ, വോളിയം കുറവാണ്. പക്ഷേ താഴത്തേക്ക് വന്നപ്പോൾ സെല്ലേഴ്സിൻ്റെ അളവ് കൂടുന്നു, ബയേഴ്സും കൂടുന്നു. എന്നാലും ഡൊമിനേറ്റ് ചെയ്തിരുന്നത് ഇന്നലെ സെല്ലേഴ്സ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പോയിൻ്റ് ഓഫ് കൺട്രോളിൽ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മുകളിലേക്ക് ഇതിന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് വീണ്ടും അപ്സൈഡ് മൂവ് ചെയ്യുന്നുണ്ട് എന്ന കാഴ്ചയാണ് കാണുന്നത്. യെസ്, അപ്പോൾ ഈ ഒരു ഏരിയ നമ്മുടെ സ്റ്റോക്കും ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് NTPCയുടെ ചാർട്ടാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാര്യം നമ്മൾ കണ്ട് പഠിക്കുകയാണ്. നിങ്ങളോട് പറയുമ്പോൾ ഞാനും പഠിക്കുവാണ്, ഒപ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കും കിട്ടുന്നുണ്ടാവാം എന്ന വിശ്വാസത്തിലാണ്. അതായത് ഇവിടെ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇന്നലെ ഡൗൺഫോൾ വന്നപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു ഏരിയയിൽ സെല്ലേഴ്സേ ഉള്ളൂ, ബയേഴ്സ് കാര്യമായിട്ടില്ല. ഈ ടിപ്പിൽ സെല്ലേഴ്സേ ഉള്ളൂ. ഇനി താഴത്തേക്ക് വന്നപ്പോൾ കുറച്ച് ബയേഴ്സ് ഉണ്ടെങ്കിലും നല്ല രീതിയിൽ വളരെ കൂടുതൽ സെല്ലേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ സെല്ലേഴ്സ് വളരെയധികം കൂടുതലായിരുന്നു. സോ വലിയൊരു ക്രാഷ് താഴത്തേക്ക് തന്നു. അതിന് ശേഷമാണ്
ബയേഴ്സിൻ്റെ അളവ് കൂടുകയും സെല്ലേഴ്സിൻ്റെ അളവ് കുറയുകയും ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വോളിയം വളരെ കുറവാണ്. ഒപ്പം തന്നെ നമ്മളിവിടെ കണ്ടു ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യത എന്ന് നമ്മൾ കാലത്ത് തന്നെ പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നൊരു ഇമ്പൾസ് മൂവ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഇന്നത്തെ മാർക്കറ്റ് എടുത്തിട്ടുമുണ്ട്. അത് എടുത്തേക്കുന്നത് എവിടെയാണ്? ഏറ്റവും വോളിയം കുറവുള്ള സ്ഥലത്താണ് ഓർഡർ ബ്ലോക്കായിട്ട് അതിനെ എടുത്തിട്ടുള്ളത്. ഇനി താഴത്തേക്ക് വരുന്തോറും ഇവിടെ ബയേഴ്സ് കൂടുതലായിരുന്നു, വോളിയം കൂടിയിട്ടുണ്ട്, സെല്ലിംഗ് സൈഡും ബൈയിങ് സൈഡും കൂടിയിട്ടുണ്ട്. എന്നിരുന്നാലും ബയേഴ്സ് കുറച്ച് കൂടുതലാണ് അവിടെ. സോ ദാറ്റ് ഇതൊരു നല്ല സപ്പോർട്ട് ഏരിയ ആയിട്ട് ഇന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ പോയിന്റ് ഓഫ് കൺട്രോളാണിത്. പോയിന്റ് ഓഫ് കൺട്രോളിലേക്ക് വരുമ്പോഴൊക്കെ റിജക്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകണം അല്ലേ? നമ്മൾ മനസ്സിലാക്കിയതാണ്. അതനുസരിച്ച് ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ മുകളിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ സെല്ലേഴ്സ് വളരെ കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ നമുക്ക് റിജക്ഷനും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ ഈ സെല്ലേഴ്സിൻ്റെ പവർ നഷ്ടപ്പെട്ടാൽ മാത്രമേ ഇനി നമുക്ക് മുകളിലേക്ക് ഈ ഒരു സ്റ്റോക്കിൽ പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മുടെ സ്റ്റോക്ക് ഇപ്പോൾ അവിടെ റിജക്ഷൻ നടക്കുകയാണ്, തിരിച്ചു വരുന്നു. അപ്പോൾ ഇവിടെ പോയിന്റ് ഓഫ് കൺട്രോളാണ്. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ തന്നിട്ട് ബ്രേക്കിംഗ് നടന്നാലേ അവിടെ ബ്രേക്ക് ചെയ്ത് പോകാൻ സാധ്യതയുള്ളൂ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മളുടെ 1:1 കട്ട് ചെയ്ത് മാർക്കറ്റ് ക്ലോസിങ് തന്നു. അറ്റ് ദ സെയിം ടൈം വോളിയം പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ മോർണിംഗിൽ ഫസ്റ്റ് ടൈം ഇവിടെ മാർക്കറ്റ് വന്ന സമയത്ത് സെല്ലേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ബയേഴ്സിൻ്റെ പൊടി പോലും ഇല്ലായിരുന്നു, മഞ്ഞ കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ബയേഴ്സ് ബിൽഡാകുന്നുണ്ട്, സെല്ലേഴ്സ് ഇവിടെ ഇപ്പോഴും കൂടുതൽ വരുന്നുണ്ട്. ഈ ക്യാൻഡിൽ താഴത്തേക്ക് ഡൗൺ ആയപ്പോൾ നമ്മളിവിടെ കണ്ടു ഇവിടെ സെല്ലേഴ്സിൻ്റെ വോളിയം കൂടുന്നു. പക്ഷേ ഇവിടെ പോയിന്റ് ഓഫ് കൺട്രോൾ വന്നേക്കുന്ന ഇത്രയും ഏരിയയിൽ ഈ റെഡ് ലൈൻ വന്നേക്കുന്ന സ്ഥലം വരെ പോയിന്റ് ഓഫ് കൺട്രോൾ വരെ ബയേഴ്സ് കൂടുതലുണ്ട്. അതായത് ഈ പ്രൈസ് ഇവിടെ നമുക്ക് കാണാം, ഈ പ്രൈസ് വരെ ബയ്യറാണ് കൂടുതലുള്ളത്. ഇതിന് മുകളിലുള്ള ഈ ഏരിയയിലാണ് സെല്ലർ കൂടുതലുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നല്ല ബയ്യിങ്ങിനെയും കിട്ടിക്കൊണ്ടിരുന്നാൽ മാർക്കറ്റിന് മുകളിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസത്തെ പോയിന്റ് ഓഫ് കൺട്രോളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് അതിന് മുകളിൽ റീടെസ്റ്റ് തന്നിട്ട് മാർക്കറ്റിൽ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ബയേഴ്സ് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്കിവിടെ കാണാം ഇപ്പോൾ സെല്ലർ ഇവിടെ കൂടുതൽ വന്നിരുന്നുവെങ്കിലും ആക്റ്റീവ് ബയേഴ്സിൻ്റെ എണ്ണം അവിടെ കൂടുന്നുണ്ട്. അതായത് മുകളിലേക്ക് ഇപ്പോൾ 2 പോയിൻ്റ് കാണിച്ചേക്കുന്ന ഈ ഒരു 2 ഏരിയയിൽ അവിടെ സെല്ലേഴ്സ് ഇല്ല, ബയേഴ്സേ കാണിച്ചിട്ടുള്ളൂ. സോ ദാറ്റ് അവിടെ ഒന്ന് പുഷ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ നല്ല രീതിയിൽ മുകളിലേക്ക് പോകുമെന്നാണ് നമ്മുടെ തോന്നൽ. നമ്മളിത് പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇതും കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അങ്ങനെ വളരെയധികം സമയത്തിന് ശേഷം നമ്മളിപ്പോൾ ബയ്യിങ് പോയിൻറ്റിലേക്ക് എൻട്രി പോയിൻറ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വോളിയം പ്രൊഫൈൽ നമുക്ക് കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ ബയ്യിങ് വോളിയം വന്നിട്ടുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിലായിട്ടാണ് കാണിക്കുന്നത്. ഒപ്പം തന്നെ സെല്ലിംഗ് വോളിയം ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് അവിടെ തന്നെയാണ്. എന്നാൽ താഴത്തേക്ക് വന്നപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും കൂടുതൽ സെല്ലിംഗ് വോളിയം വന്നിട്ടുണ്ട്. അപ്പോൾ സെല്ലേഴ്സ് ഇവിടെ എക്സോസ്റ്റായി പോയാൽ, അതായത് ഇവിടുന്ന് മാക്സിമം സെല്ല് ചെയ്ത് താഴത്തേക്ക് പോകാൻ അവർ ശ്രമിക്കുന്നു. അവരെ കൊണ്ടത് പറ്റുന്നില്ല എന്ന് വന്നാൽ ഇവിടുന്ന് ഒരുപക്ഷെ റിവേഴ്സ് നമുക്ക് വീണ്ടും കിട്ടിയേക്കാം. ഓക്കെ, നമുക്കറിയത്തില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സെല്ലിംഗ് സൈഡ് വോളിയം കൂടുതൽ വരുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞു തീർന്നില്ല, അവിടെ നിന്ന് തിരിയാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞില്ല. ബയ്യിങ് സൈഡ് വോളിയം ഇപ്പോൾ ഈ ഏരിയയിൽ കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒപ്പം പ്രൈസ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് സെല്ലിംഗ് സൈഡ് വോളിയമാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇവിടെയും കവർ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ബയ്യിങ് സൈഡ് വോളിയമാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടേക്ക് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നോക്കാം. ഇപ്പോൾ നമ്മൾ 1:3 ടാർഗറ്റ് ഓർഡർ പ്ലേസ് ചെയ്തു. 1:2 അലർട്ടും വെച്ചിട്ടുണ്ട്. അനന്തമായി ഇതിലേക്ക് നമ്മൾ വെറുതെ നോക്കിയിരിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള പഠിക്കാൻ വേണ്ടിയിരിക്കാം എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ 1:2 ടച്ച് ചെയ്യട്ടെ. അലർട്ട് അടിച്ചതിന് ശേഷം നമുക്ക് വരാം. ഓക്കെ, ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞു. ടൂൾസ് എല്ലാം കൂടെ വെച്ചിട്ട് നമ്മുടെ ചാർട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് കാഴ്ചയിലിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം വോളിയം, വളരെ മികച്ച വോളിയം ഈ ക്യാൻഡലിൽ വന്നു. അപ്പോൾ അത് ബൈയിങ് സൈഡ് വോളിയമായിട്ടാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ തന്നെയാണോ അല്ലയോ അതൊക്കെ നമുക്ക് പിന്നീട് അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇവിടെ വോളിയം പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഈ ഏരിയ, ആ ക്യാൻഡിൽ മൂവ് ചെയ്തേക്കുന്ന ആ അത്രയും ഏരിയയിൽ കൂടുതലും
ബയേഴ്സ് വന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സോ ദാറ്റ് മാർക്കറ്റ് താഴെ പോകുന്നില്ല, നല്ല സപ്പോർട്ട് കിട്ടുന്നു. അത്രമാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും 3 മണിയോടുകൂടി മാർക്കറ്റ് നമുക്ക് ടാർഗറ്റ് തന്നാലും ഇല്ലെങ്കിലും നമ്മളവിടെ എക്സിറ്റ് എടുക്കുന്നുണ്ടാകും. അത് ലോസിലാവാം, ചിലപ്പോൾ പ്രോഫിറ്റിലാവാം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സമയം 3 മണിയാകുന്നു. സോ ദാറ്റ് നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുവാണ്. കൂടുതലൊന്നുമില്ല, നമ്മുടെ എൻട്രി പോയിൻ്റ് തൊട്ട് താഴത്തേക്ക് നമ്മളത് ട്രയൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഏകദേശം ബ്രേക്ക് ഈവൻ എന്ന് കരുതാവുന്ന അവസ്ഥയിലേക്ക് മാറുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. കഴിഞ്ഞ ക്യാൻഡിലിൽ നല്ല വോളിയം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പ്രൈസ് എങ്ങും തന്നെ മൂവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമ്മളുടെ ബ്രേക്ക് ഈവൻ ആക്ച്വലി വരുന്നത് 262.70 സോ ദാറ്റ് നമ്മൾ അങ്ങോട്ടേക്ക് ട്രയൽ ചെയ്യാൻ പോവുകയാണ്. 62.70. നമുക്ക് മാർക്കറ്റ് ടൈം വരുന്നത് ഇനി അവശേഷിക്കുന്നത് 29 മിനിറ്റാണ്. അപ്പോൾ 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്യുമെങ്കിൽ നമുക്ക് സമയം തരുന്നത് ഒരു 15 വരെ, 3:15 വരെ ആകാനാണ് സാധ്യത. നമ്മൾ ആ ട്രേഡ് ഹോൾഡ് ചെയ്യുവാണ്, എക്സിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ബ്രോക്കർ അത് എക്സിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് നമ്മൾ 3:15 പൊസിഷൻ ഏതവസ്ഥയിലാണെങ്കിലും നമ്മൾ അവിടെ വെച്ച് സ്കോർ ഓഫ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നമുക്കിനി 5 മിനിറ്റും കൂടെ ഉള്ളൂ ഹോൾഡിംഗ് ടൈം. സോ ദാറ്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്തായാലും കുറച്ചും കൂടെ കയറ്റി വയ്ക്കുവാണ്. അതിപ്പോൾ തന്നെ ഹിറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് ഹിറ്റ് ചെയ്യട്ടെ. എന്തായാലും 3:15 ആകുമ്പോൾ നമുക്ക് മാനുവൽ എക്സിറ്റ് എടുക്കേണ്ടി വരും. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. സോ ദാറ്റ് നമ്മുടെ ടാർഗറ്റ് ഓർഡറും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ച, നമ്മൾ പുതിയ ഒരു കാര്യം കൂടെ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും അധികം ഒരുപക്ഷെ സമയം നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടി വന്ന, ടാർഗറ്റ് ഹിറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാത്തൊരു ട്രേഡായിരുന്നു ഇത്. സോ ദാറ്റ് 56 രൂപ ജസ്റ്റ് പ്രോഫിറ്റ്. ബ്രേക്ക് ഇവൻ എന്ന് കരുതിയാൽ മതി, കയ്യിൽ നിന്നൊന്നും പോകുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിനകത്ത് അങ്ങനെ ജസ്റ്റ് എക്സിറ്റ് ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ BPCL നമുക്കിവിടെ എൻട്രി ഇടാനുള്ള ആ ഒരു ടൈം ജസ്റ്റ് കിട്ടിയതേ ഉള്ളൂ. അവിടെ ഈ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ എൻട്രി ക്ലിക്ക് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അത് സാധിച്ചിരുന്നെങ്കിൽ നമുക്കിന്നിപ്പോൾ അതിലൊരു 1:4 വരെ നമുക്ക് റിസ്ക് റിവാർഡ് 1:4 അല്ല, അതിൽ കൂടുതൽ അതിൽ കിട്ടുമായിരുന്നു. പക്ഷെ നമുക്കവിടെ ക്ലിക്ക് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ കുറച്ചും കൂടെ കാര്യമായി പഠിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ അടയാളപ്പെടുത്തി വെച്ച ഓരോ ഓർഡർ ബ്ലോക്കും ഇന്നും കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട്. പവർ ഓഫ് ഗ്രിഡിൽ അത് നടന്നിട്ടില്ല. പവർ ഓഫ് ഗ്രിഡിൽ
നമ്മൾ ഓർഡർ ബ്ലോക്ക് അനുസരിച്ച് ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നമ്മളിവിടെ എൻട്രി എടുക്കണം. ഇവിടെ എൻട്രി എടുത്താൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല, അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നില്ല, 1% മുകളിലേക്ക് തരുന്നില്ല. സോ ദാറ്റ് അതിനകത്ത് നമുക്ക് ലോസ് വരുമായിരുന്നു. NTPC നോക്കിക്കഴിഞ്ഞാൽ NTPCയിൽ ആക്ച്വൽ ഓർഡർ ബ്ലോക്ക് ഇവിടെയാണ് വരുന്നത്, നമ്മളത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തിരുന്നെങ്കിൽ അത് നമുക്ക് ടാർഗറ്റ് തരുമായിരുന്നു. ഓക്കെ, അതിനകത്ത് നല്ല റിസ്ക് റിവാർഡ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇവിടെ നിന്ന് ഹൈയിലേക്ക് 1.5, ദാറ്റ് മീൻസ് 3% പ്രോഫിറ്റ് നമുക്ക് കിട്ടുമായിരുന്നു. റിസ്ക് റിവാർഡ് 3 കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.